ഈ 365 ദിവസവും അവർ കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരുന്നതാണ്. 366-ാമത്തെ ദിവസമാണ് ഇതിലൊരു വീഴ്ച സംഭവിച്ചത്. പക്ഷേ ആ വീഴ്ച സംഭവിച്ച ദിവസം ക്രൂഷ്യലായി പോകുന്നു എന്നുള്ളതാണ് പലപ്പോഴും പറ്റുന്നത്. ഇപ്പോൾ നോക്കിയ ദിവസങ്ങൾ എന്ന് പറയുന്നത് ആരുടെയും കണക്കിൽപ്പെടില്ല. നോക്കാതെ വരുമ്പോഴാണ് അതിനകത്ത് വീഴ്ചയായിട്ട് നമ്മൾ എടുക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഗോവിന്ദചാമിയുടെ കാര്യത്തിനകത്ത് ഗോവിന്ദചാമി ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ മുതലേ ജയിൽ ചാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ അയാൾ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം നിരീക്ഷിക്കുന്നതിൽ ജീവനക്കാർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ സംഭവിക്കുന്നത് എല്ലാ ദിവസവും പോയി ഒരാളിനെ വിളിച്ചുണർത്തി അയാളെ നോക്കുന്ന തരത്തിലല്ല. ജയിലിനുള്ളിൽ ചില കാര്യങ്ങൾ അങ്ങനെ കുക്ക് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാനുള്ള ഒരു ഇൻ്റലിജൻസ് സംവിധാനം ജയിലിനുള്ളിൽ സാധാരണ രീതിയിലുണ്ട്. അപ്പോൾ ഒരു തടവുകാരൻ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ അയാളുടെ ഏതെങ്കിലുമൊക്കെ മനഃപൂർവ്വമായിട്ട് അയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ഇൻ്റലിജൻസ് വഴി ഈ വിവരങ്ങൾ ജീവനക്കാരിലേക്കും ജീവനക്കാർ മുഖാന്തരം ഉയർന്ന ഉദ്യോഗസ്ഥരിലേക്ക് എത്തുകയാണ് അതിൻ്റെ രീതി. അപ്പോൾ അതിൽ ആ ഇൻ്റലിജൻസ് പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അതിനകത്ത് എന്തെങ്കിലും ഒരു കണ്ണി മുറിഞ്ഞു പോയിട്ടുണ്ട്. അതല്ലെങ്കിൽ ആ കാര്യം നിരീക്ഷിക്കുന്നതിൽ ജീവനക്കാർ ശ്രദ്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ജയിലിനുള്ളിലേക്ക് നടന്നു പോകുമ്പോൾ